ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ പുതിയ വിക്ടോറിയസിന്റെ VXA വേരിയന്റ് ആണ്. വാസസ് ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ. വിക്ടോറിയസിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള VXA വേരിയന്റ് ആണ്. ഗ്രാൻഡ് വിറ്റാരയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റും ഡെൽറ്റ വേരിയന്റ് ആണ്. കാരണം ഈ രണ്ട് വാഹനങ്ങളുടെയും ഈ രണ്ട് വേരിയന്റുകളിൽ എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളുടെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, പ്രൈസ് എത്ര ഡിഫറൻസ് വന്നിട്ടുണ്ട്, ഫീച്ചേഴ്സിൽ എന്തെല്ലാം ഡിഫറൻസ് ആണ് വരുന്നത്, ഇതിനകത്ത് ഏതാണ് വാല്യൂ ഫോർ മണി, ഏതാണ് എടുക്കേണ്ടത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. വിക്ടോറിയസ് VXA വാസസ് ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ രണ്ട് വാഹനങ്ങളുടെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു മിഡ് വേരിയന്റുകളാണ്. കാരണം എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും ഈ രണ്ട് വേരിയന്റുകളും അവൈലബിൾ ആണ്. വിക്ടോറിയസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ലുക്ക് സബ്ജക്ട് ടു പേഴ്സൺ ആണ്. ഈ രണ്ട് വാഹനങ്ങളിൽ ഏതിൻ്റെ ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്നോട് ചോദിക്കുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ ഫ്രണ്ട് ലുക്ക് തന്നെയാണ്. ഇപ്പോൾ വിക്ടോറിയസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എവിടെയൊക്കെ ഒരു വോക്സ് വാഗൺ ടച്ച് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഡിസൈൻ എന്ന് പറയാം. ഒരു ബ്രാൻഡ് ന്യൂ ഡിസൈൻ, ഇതുവരെ ഒരു മാരുതി കാറിലും കാണാത്തൊരു ഡിസൈൻ എന്ന് പറയാം. അതിന് എസ്പെഷ്യലി ആ ഗ്രില്ല് കാര്യങ്ങളും തന്നെ വരുന്നില്ല, ഒരു എയർ ഡാം മാത്രമാണ് വരുന്നത്. ഫ്രണ്ടിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ കണക്റ്റഡ് ടെയിൽ നമ്മുടെ DRL കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയന്റിൽ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് DRL അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് പകരം ഒരു ക്രോം സ്ട്രിപ്പാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് അതിനോട് ചേർന്ന് തന്നെ പാർക്ക് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും കാണാം. താഴത്തേക്ക് വന്ന ഫോഗ് ലൈറ്റ് ഈ വേരിയന്റിൽ വരുന്നില്ല, പക്ഷെ അത് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്കൂപ്പ് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 210 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ ആ സിൽവർ കളറിൽ സ്ട്രിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. ബാക്ക് ടു നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടു മറന്നൊരു ഡിസൈൻ തന്നെയാണ്. പക്ഷേ ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിപ്പമുള്ള ഒരു SUV ലുക്ക് കിട്ടാനായിട്ട് ഗ്രില്ല് വരുന്നുണ്ട്. പ്ലസ് നമുക്ക് DRL ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അത് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നാൽ ഹെഡ്ലൈറ്റ് സിമിലർ ആണ്, പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഫോഗ് ലൈറ്റ് ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫ്രണ്ടിൽ ആ വലിയ ക്രോം സ്ട്രിപ്പ് കാര്യങ്ങൾ കാണാം. ഫ്രണ്ടിൽ സിൽവർ ഫിനിഷ് സ്ട്രിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. ഗ്രൗണ്ട് ക്ലിയറൻസ് 210 mm തന്നെയാണ്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓവറോൾ സൈസ് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാര നമ്മുടെ വിക്ടോറിയസിനേക്കാളും കുറച്ച് ചെറിയൊരു വാഹനമാണ്. കാര്യം നമ്മുടെ വിക്ടോറിയസിൻ്റെ ലെങ്ത്ത് വരുന്നത് 4360 ഗ്രാൻഡ് വിറ്റാരയിലേക്ക് 4345 mm വരുന്നുള്ളൂ. നമുക്ക് ഹൈറ്റ് നോക്കുകയാണെങ്കിലും വിക്ടോറിയസ് 1655 mm വരുമ്പോൾ ഗ്രാൻഡ് വിറ്റാര വരുന്നത് 1645 mm മാത്രമാണ്. മറ്റ് വീൽ ബേസും വിഡ്ത്ത് കാര്യങ്ങളും എക്സാക്ട്ലി സിമിലർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഗ്രാൻഡ് വിറ്റാര ഹൈറ്റ് കുറവാണ്, ലെങ്ത്തും പൊടിക്ക് കുറവാണ്. ഈ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുക ഇതിൻ്റെ ബൂട്ട് സ്പേസിലാണ്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടയേഴ്സിലേക്ക് വന്ന രണ്ട് വാഹനങ്ങളും 17 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. സെയിം ടയർ സൈസ് തന്നെയാണ്. 215 60R17 ആണ് ടയർ സൈസ് വരുന്നത്. രണ്ട് വാഹനത്തിലും ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. രണ്ടിലെ മിറേഴ്സ് കാര്യങ്ങളെല്ലാം എക്സാക്ട്ലി സിമിലർ ഡിസൈൻ തന്നെയാണ്. ഇവിടെ നമുക്ക് ആ ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം. കീഴിലെ സെൻറ്റർ പോലെയുള്ള ഫീച്ചേഴ്സ് രണ്ട് വാഹനങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് റെയിൽസ് വരുന്നുണ്ട്. ബാക്കിൽ ഷാർപ്പിൻ ആൻറ്റിന കാണാം. നമുക്ക് B പില്ലർ ബോഡി കളറിലും C പില്ലറും ബാക്ക് സ്പേസും നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലും കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാൻഡ് വിറ്റാരയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ്സുകൾ പ്ലെയിൻ ഗ്ലാസ്സുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് B പില്ലർ C പില്ലറും മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ റൂഫ് റെയിൽസ് കാണാം. ഷാർപ്പിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് നമുക്കൊരു സിൽവർ ടച്ചാണ് വരുന്നത്. അപ്പോൾ ബാക്കിലെ ഡിസൈൻ വശങ്ങളിൽ നോക്കുമ്പോൾ നമ്മളുടെ വിക്ടോറിയസ് ഒരു ബ്രസ വലിപ്പം കൂടിയ രീതിയിലും ഗ്രാൻഡ് വിറ്റാര നമ്മൾ കണ്ടു മറന്ന ഒരു ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് വാഹനങ്ങളുടെ ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഇവിടെയും എനിക്ക് കുറച്ചും കൂടിയും പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഗ്രാൻഡ് വിറ്റാരയുടെ ബാക്കിലെ ലുക്ക് തന്നെയാണ്. ആ കണക്റ്റഡ് ടൈലൈറ്റ് കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി ഭംഗിയുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഗ്രാൻഡ് വിറ്റാരയാണ്. പക്ഷേ വിക്ടോറിയസിലേക്ക് വന്നാൽ എൻ്റയർലി ഒരു പുതിയൊരു ഡിസൈൻ എന്ന് പറയാം. കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ളൊരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചും കൂടി വലിപ്പമുള്ള വീതിയുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് വിക്ടോറിയസ് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് കുറച്ചുകൂടി ഒരു പക്ക SUV ലുക്ക് നമുക്ക് വിക്ടോറിയസിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ വിക്ടോറിയസിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഡിഫോഗർ മാത്രമാണ് വരുന്നത്, വൈപ്പറൊന്നും വരുന്നില്ല. ഒരു കണക്റ്റഡ് ടൈലൈറ്റ് കാണാം. അത് ഓരോ ഇൻഡിവിജ്വൽ ക്യൂബ് ടൈപ്പിലാണ് കൊടുത്തിരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ഈ കോർണറിലായിട്ട് LED ആയിട്ട് കൊടുത്തു. അതിന് താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അത് LED ആയിട്ടാണ് വരുന്നത്. റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെ രണ്ട് പോർഷനിലും റിവേഴ്സ് ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലും ആ സിൽവർ കളറിൽ സ്കിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം വരുന്നുണ്ട്. നമുക്ക് റിവേഴ്സ് ക്യാമറ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. വിക്ടോറിയസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക്.
ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഗ്രാൻഡ് വിറ്റാരയുടെ ബാക്കിൽ നിന്നുള്ള ഒരു ഫീച്ചേഴ്സ് നോക്കാം. കാരണം ഗ്രാൻഡ് വിറ്റാരയ്ക്കും ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്, പക്ഷേ കുറച്ച് ചെറിയതാണെന്ന് വേണമെങ്കിൽ പറയാം. ഹൈ മൗണ്ടർ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്, ബാക്കിൽ D4 ഉള്ള ഗ്ലാസ്സുകളാണ്. നെക്സയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് ഹൈബ്രിഡ് കാണാം, ഗ്രാൻഡ് വിറ്റാര എന്നൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഈ ടെയിൽ ലൈറ്റ് ഇവിടെ കണക്ട് ആവുന്നില്ലെങ്കിലും ഓൾമോസ്റ്റ് കണക്റ്റഡ് ടെയിൽ ലൈറ്റ് എന്ന് പറയാം. ഇത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. താഴേക്ക് വന്ന ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ടാണ് വരുന്നത്. അതിനാണ് നമ്മൾ വിക്ടോറിയസിൽ ഇൻഡിക്കേറ്റേഴ്സും LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ആ സിൽവർ കളർ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 പാർക്കിംഗ് സെൻസേഴ്സ് ഇതിനകത്തും വരുന്നുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ വാഹനത്തിലെ ലെങ്ത്തിലൊരു ഡിഫറൻസ് നമുക്ക് എവിടെയാണ് ഫീൽ ചെയ്യുക. കാര്യം ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ബൂട്ട് സ്പേസ് വരുന്നത് 373 ലിറ്ററാണ് ഈ വാഹനത്തിന് ബൂട്ട് സ്പേസ് വരുന്നുള്ളൂ. ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ 265 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. പക്ഷേ വിക്ടോറിയസിലേക്ക് വരുമ്പോൾ അവിടെ സീൻ മാറുകയാണ്. കാരണം വിക്ടോറിയസിൽ 446 ലിറ്ററിൻ്റെ വലിപ്പമുള്ള ബൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് ഹൈബ്രിഡിലേക്ക് വരുമ്പോഴും 300 ലിറ്റർ ബൂട്ട് ലഭിക്കുന്നുണ്ട്. CNGയിലേക്ക് വരുമ്പോഴും 320 ലിറ്റർ ബൂട്ട് വരുന്നുണ്ട്. നമ്മളുടെ ഗ്രാൻഡ് വിറ്റാരയുടെ CNGയിൽ ശരിക്കും ബൂട്ട് സ്പേസ് വരുന്നതേ ഇല്ല. കാര്യം CNG ടാങ്ക് ഇവിടെയായിട്ടാണ് അത് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ബൂട്ട് സ്പേസ് വരുന്നുള്ളൂ. ഇനി ബൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു 12 വോട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഒരു ബാക്കിൽ ബൂട്ട് ലൈറ്റ് കാണാം. 60/40 സ്പ്ലിറ്റ് സീറ്റാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സ്പെയർ വീല് വരുന്നത്. സ്പെയർ വീലല്ല, നമ്മളുടെ വീൽ കപ്പ് വരുന്നത്. സ്പെയർ വീൽ ഒഫീഷ്യലി വിക്ടോറിയസിൽ വരുന്നില്ല. പിന്നെ നമുക്ക് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, പാഴ്സൽ ട്രേ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാൻഡ് വിറ്റാരയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ ഗ്രാൻഡ് വിറ്റാരയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. നമുക്ക് ബൂട്ട് ലൈറ്റ്, ചാർജിങ് പോർട്ട് കാര്യങ്ങൾ ഇതിനകത്തും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ വീൽ കപ്പ് വരുന്നത്. ഗ്രാൻഡ് വിറ്റാരയിലും ഇപ്പോൾ സ്പെയർ വീല് ഒഴിവാക്കിയിട്ടുണ്ട്. പകരം പഞ്ചർ കിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബൂട്ടിൽ നിന്നുള്ളൊരു ഡിഫറൻസ്. അപ്പോൾ ബൂട്ട് സ്പേസ് കൂടുതൽ വേണ്ടവർക്ക് നമ്മളുടെ വിക്ടോറിയസിലേക്ക് പോകാം. ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. നമുക്കത് വിക്ടോറിയസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഡ്യുവൽ ടോൺ കളറാണ് ഇന്റീരിയർ വരുന്നത്. ഇതുവരെ മാരുതിയിൽ കാണാത്ത ഒരു ബ്രാൻഡ് ന്യൂ ഡിസൈൻ എന്ന് പറയാം. ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ആ ഒരു 3 ടോൺ കളർ കാണാം. വൈറ്റ്, ഗ്ലോസി ബ്ലാക്ക്, ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കാണാം. ഫോട്ടോ പവർ വിൻഡോന്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. ഡ്രൈവർ സൈഡ് വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിന്റെ ഓപ്ഷൻ കാണാം. സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാനുവൽ വേരിയന്റ് ഡെഡിക്കേറ്റഡ് ഹെഡ് പെഡൽ കാണാം. ട്രാക്ഷൻ കൺട്രോൾ ബട്ടൺ കൊടുത്തിരുന്നു. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പുഷ് ബട്ടൺ സ്റ്റാർട്ടും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അകത്തുനിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. വിക്ടോറിയസിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മാരുതിയിൽ ഇതുവരെ കാണാത്ത ഒരു ബ്രാൻഡ് ന്യൂ ഡിസൈനാണ് ഇന്റീരിയറിന് കൊടുത്തിരിക്കുന്നത്. അതൊരു പക്ക SUV ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തട്ടായിട്ടൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ഒരു വൈറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ന്യൂ സ്റ്റിയറിംഗ് വീലാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ എന്ന് പറയാം. അതിനകത്ത് മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് മ്യൂസിക് കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോണിൻ്റെ കൺട്രോൾസ് ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്, ഫ്ലാറ്റ് ബോട്ടം ഒന്നുമല്ല കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിങ്ങിൻ്റെ ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇടതുവശമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് നമ്മുടെ ബലേനോയിലും മറ്റേ ഗ്രാൻഡ് വിറ്റാരയിൽ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. സ്പീഡോമീറ്റർ, RPM മീറ്റർ അനലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്ന അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അതിനകത്ത് അറിയാനായിട്ട് പറ്റും. അത് കൺട്രോൾ ചെയ്യുന്ന ബട്ടണുകൾ ഇപ്പോഴും ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് വരുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 7 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. സ്മാർട്ട് പ്ലേ പ്രോ ആണ് മ്യൂസിക് സിസ്റ്റം വരുന്നത്. ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ AC കൺട്രോൾസ് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു സെൻട്രൽ സ്ക്രീനിൽ തന്നെയാണ്. അത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും പിന്നെ ഫാനിൻ്റെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്താണ് അതിൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ ഫുള്ളായിട്ട് ലഭിക്കുന്നത്. പിന്നെ വെഹിക്കിൾ ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നു. TPMS പോലെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു സ്ക്രീൻ എന്ന് പറയാം. ആകെ സൈസ് മാത്രമാണ് ചെറുതായിട്ടുള്ളൂ. 7 ഇഞ്ചിൻ്റെ സ്ക്രീനേ വരുന്നുള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് അതിനകത്ത് കാണാം. അഡാപ്റ്റീവ് ഗൈഡൻസോടുകൂടി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഹാസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. AC കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. നമ്മുടെ ഗിയർ ലിവർ കാണാം. മാനുവൽ ഗിയർ ലിവർ കൊടുത്തിട്ടുണ്ട്. അതിന് ടോപ്പൊക്കെ നമുക്കൊരു ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇതാണ് കീ വരുന്നത്. ആ ബ്ലൂ ഫിനിഷോട് കൂടിയ കീ കൊടുത്തിരിക്കുന്നു. 2 കപ്പ് ഹോൾഡേഴ്സ്, സെൻറ്റർ ആംബ്രസ്റ്റ് കാണാം. ഈ ഒരു പോർഷൻ നമുക്ക് ഗ്രാൻഡ് വിറ്റാരയുടെ സിമിലർ ആയിട്ടാണ് ഫീൽ ചെയ്യുക. നല്ല കംഫർട്ടായിരിക്കുന്ന ഡ്രൈവർ സീറ്റുകളാണ്.
നമുക്ക് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡ് സൺവൈസസ് വിത്ത് മിററാണ്. സെൻറ്റർ IR മാനുവൽ ഡിമ്മുകൾ IR കൊടുത്തു. റീഡിംഗ് ലൈറ്റ് ഹാലജൻ ആണ്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് എന്ന് പറയാം. അതിനകത്തൊരു ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ ഡിസൈൻ, നല്ല ഉയരമുള്ള സീറ്റിംഗ് പൊസിഷൻ, ഫ്രണ്ട് എല്ലാം കണ്ട് ഒരു SUV ലുക്ക് ആണ് ശരിക്കും നമുക്ക് വിക്ടോറിയസിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഗ്രാൻഡ് വിറ്റാര ഇന്റീരിയർ ഒന്ന് ചെക്ക് ചെയ്യാം. ഗ്രാൻഡ് വിറ്റാരയിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയർ നമ്മൾ പറഞ്ഞ ആ ഒരു ഡ്യുവൽ ടോൺ കളറാണ്. ആ ഒരു ബേജ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ്, ബർഗൻഡി റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഡോർ പാഡും ആ ഒരു കളർ തന്നെയാണ്, പക്ഷേ ഒരു സിൽവർ ഫിനിഷ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു വിക്ടോറിയസിൽ കണ്ട ആ സെയിം യൂണിറ്റ് തന്നെയാണ്. ഫോട്ടോ പവർ വിൻഡോ, മിറർ കൺട്രോൾ ചെയ്യാൻ, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഡോർ ഹാൻഡിൽസ് എല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. കപ്പ് ഹോൾഡേഴ്സ് കാണാൻ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിരിക്കുന്നു. സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇന്റീരിയറിന്റെ കളർ ടോണിന് മാച്ച് ആയിട്ടുള്ള സീറ്റ് അപ്പോൾസറി കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഡെൽറ്റ ഓട്ടോമാറ്റിക് ആണ്. അതിനകത്ത് നമുക്ക് ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ട്രാക്ഷൻ കൺട്രോളിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമ്മളുടെ എഞ്ചിൻ പുഷ് ബട്ടൺ സ്റ്റാർട്ടിന്റെ ഓപ്ഷൻ ഇവിടെ കാണാം. ഗ്രാൻഡ് വിറ്റാരയുടെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കണ്ട് മറന്ന ഒരു ഇന്റീരിയർ ഡിസൈൻ എന്ന് പറയാം. കാര്യം ഈ ഒരു ഡിസൈൻ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു കൺട്രോളുകളെല്ലാം നമ്മൾ കുറച്ച് നാളായിട്ട് കാണുന്നു. അപ്പം നമുക്ക് പ്രത്യേകിച്ച് പുതുമയൊന്നും പറയാനില്ല. പക്ഷേ സ്റ്റിൽ ഗുഡ്, സ്റ്റിൽ ബെറ്റർ ഇൻ ദ മാർക്കറ്റ് എന്ന് നമുക്ക് എന്താണെങ്കിലും പറയാം. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കിംഗ് സ്റ്റിയറിംഗ് വീൽ എനിക്ക് ഗ്രാൻഡ് വിറ്റാര തോന്നുന്നു. കാര്യം അത് സിൽവർ ഫിനിഷ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശം ക്രൂസ് കൺട്രോളും കാണാം. അതിന് താഴെയായിട്ടാണ് ഫോൺ കൺട്രോൾസ് വരുന്നത്. ആ കണ്ടു മറന്ന സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. വിക്ടോറിയസിന്റെ ഓട്ടോമാറ്റിക് VXIയിലും പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇടതുവശമായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതു ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമ്മൾ വിക്ടോറിയസിൽ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. RPM മീറ്ററും സ്പീഡോമീറ്ററും അനലോഗാണ്. അതിനകത്ത് അത്യാവശ്യമായ ഇൻഫർമേഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം 7-ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ ആണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തും TPMS പോലെയുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 4 സ്പീക്കറും 2 ടൂട്ടോടും കൂടിയ മ്യൂസിക് സിസ്റ്റം ആണ്. ഡീസന്റ് ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് വരുന്നുണ്ട്. അതിന് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോടുകൂടിയ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്ന ഹാസാർഡ് ലൈറ്റ്, AC വെൻസിനെല്ലാം നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കാണാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത്. അത് മീറ്റർ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററുമായിട്ട് ഇൻഫർടൈൻമെന്റ് സ്ക്രീനോട് കണക്ട് ചെയ്യേണ്ട സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്ന ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്. ഇവിടെ നമുക്ക് 12 വോട്ടിന്റെ ചാർജിംഗ് പോർട്ട് കാണാം. ഇതാണ് കീ വരുന്നത്. ആ ബ്ലാക്ക് ഫിനിഷോട് കൂടി കീ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. അതിന്റെ ഗിയർ ലെവർ കാണാം. ഓട്ടോമാറ്റിക് വേരിയന്റിൽ ഓട്ടോ പാർക്ക് ബ്രേക്ക്, ഓട്ടോ ഹോൾഡിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. വിക്ടോറിയസിലും VXI ഓട്ടോമാറ്റിക്കലി സെയിം ഫീച്ചേഴ്സ് ആണ് വരുന്നത്. സെന്റർ കൺസോൾ നമ്മൾ കണ്ടു മറന്ന സെയിം കൺസോൾ തന്നെയാണ്. കപ്പ് ഹോൾഡേഴ്സ്, സെന്റർ ആംറെസ്റ്റ് വരുന്നു. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അത് വിക്ടോറിയസിലും കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, ക്വാർട്ടർ സൈഡ് സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. മാനുവൽ ഡിമ്മിങ്ങുള്ള IR റീഡിംഗ് ലൈറ്റ് ഹാലജനായിട്ട് വരുന്നു. നമുക്ക് ഡ്രൈവർ സൈഡിലും ഒരു മിറേഴ്സ് വിത്ത് സൺവൈസസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മിറേഴ്സ്, സൺവൈസസ്, ഈ ഒരു സംഭവങ്ങളെല്ലാം നമുക്ക് വിക്ടോറിയസിലും സിമിലർ ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ആ വാഹനത്തിലും എക്സാക്ട്ലി സിമിലർ ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ഗ്ലോ ബോക്സ്, ലൈറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. കമ്പാരിറ്റീവ്ലി ചെറിയൊരു ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാൻഡ് വിറ്റാര ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡ് നമുക്ക് ഫ്രണ്ടിൽ കണ്ട സെയിം ഇതിൽ തന്നെ കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് കാര്യങ്ങളാണ് വരുന്നത്. ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 Type-C ചാർജിംഗ് പോർട്ടുകൾ കാണാം. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് സെന്റർ ആംറെസ്റ്റ് വരുന്നുണ്ട്. അത് കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 10 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാം. സെന്റർ ആംറെസ്റ്റ് ഒക്കെ വരുന്നത് നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റ് വശത്തായിട്ട് കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് പാർസൽ ട്രേയും ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് വിക്ടോറിയസിന്റെ ബാക്ക് സ്പീഡിലെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. വിക്ടോറിയസിന്റെ ബാക്കിലെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാരയുടെ അതേ മോഡലിൽ തന്നെയാണ് ഡോർ കാര്യങ്ങൾ തുറക്കാൻ പറ്റുക. കൂടുതൽ വൈഡായിട്ടും തുറക്കാൻ പറ്റില്ല. ഡോർ പാഡിലെ ആ ഒരു കളർ ടോണിൽ കാര്യങ്ങൾ ഡിഫറൻസ് കാണാം. ബാക്കി ഇതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാൻഡ് വിറ്റാരയിൽ കണ്ട സെയിം സെൻട്രൽ കൺസോൾ യൂണിറ്റ് ആണ്. AC വെൻസ്, Type-C ചാർജിംഗ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, സെന്റർ ആംറെസ്റ്റ് കാണാം. ആംറെസ്റ്റിന് കുറച്ചും കൂടിയും വലിപ്പം കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടിയും തൈ സപ്പോർട്ടുള്ള സീറ്റുകളായിട്ടാണ് വിക്ടോറിയസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. കുറച്ചും കൂടിയും സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളായതുകൊണ്ടാണ് തോന്നുന്നു കുറച്ചും കൂടി നമുക്ക് ലെഗ് റൂം ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 11 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ആണ്. അതിനേക്കാളും കുറച്ചും കൂടി ഹെഡ് റൂം നമുക്ക് വിക്ടോറിയസിൽ കൂടുതൽ ലഭിക്കുന്നുണ്ട്. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റും.
ബാക്കിൽ സീറ്റിലെ ഒരു സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളെല്ലാം ഗ്രാൻഡ് വിറ്റാറേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് വിക്ടോറിയസിൽ ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ റീഡിംഗ് ലൈറ്റ് ആണെങ്കിലും നമ്മളുടെ ഗ്രാബ് ഹാൻഡിൽസ് ആണെങ്കിലും പാഴ്സൽ ട്രേ ആണെങ്കിലും ഇതിനകത്തും സിമിലർ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. പാഴ്സൽ ട്രേ അത്യാവശ്യം വലിപ്പമുള്ള പാഴ്സൽ ട്രേ ആണ്. കാര്യം പറയുന്നത് ബൂട്ട് സ്പേസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഗ്രാൻഡ് വിറ്റാറയുടെയും വിക്ടോറിയസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ വിക്ടോറിയസ് ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. അഡൾട്ട് സേഫ്റ്റിക്കും ചൈൽഡ് സേഫ്റ്റിക്കും 5 സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ബേസ് വേരിയന്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, TPMS, 4 വീലിലേക്ക് ഡിസ്ക് ബ്രേക്ക്, അങ്ങനെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും സെഗ്മെന്റിൽ വരേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വിക്ടോറിയസിൽ മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ വാഹനമാണ്. അതിന്റെ ക്രാഷ് ടെസ്റ്റ് ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് വിറ്റാറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോബൽ എൻക്യാപ്പിൽ ക്രാഷ് ടെസ്റ്റിന്റെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ഭാരത് എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് എന്തോ റീസെന്റ് ലഭിച്ചിട്ടുണ്ട്. മറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഗ്രാൻഡ് വിറ്റാറയിലും സിമിലർ ആണ്. 6 എയർ ബാഗ്, ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, TPMS, 4 വീലിലേക്ക് ഡിസ്ക് ബ്രേക്ക് പോലെയുള്ള ഫീച്ചേഴ്സ് എല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് വരുന്നത് സേഫ്റ്റിയിൽ അതിന് ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടി എന്നുള്ളതാണ്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ രണ്ട് വാഹനങ്ങളിലും എക്സാക്ട്ലി സിമിലർ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനാണ് വരുന്നത്. വിക്ടോറിയസിന് കമ്പാരിറ്റീവ്ലി പൊടിക്ക് മൈലേജ് കൂടുതൽ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഇപ്പോൾ പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. രണ്ട് വാഹനങ്ങളും വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്. ആ സെയിം എഞ്ചിനിൽ തന്നെ CNG വരുന്നുണ്ട്. അതിന് പവർ വരുന്നത് 102 HP ആണ്. 114 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. ഡീസൻറ്റ് പവർഫുൾ ആയിട്ടെന്ന് പറയാം. നിങ്ങൾക്ക് മൈലേജും കൂടുതലും കുറച്ചുകൂടി പവർ വേണമെങ്കിൽ ഇത് രണ്ട് വാഹനം ഹൈബ്രിഡിലേക്ക് പോവുക. 114 HP പവർ വരുന്ന ഒരു 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ പ്ലസ് നമ്മുടെ മോട്ടർ ആ കമ്പൈൻ പവറാണ് 114 HP. 41 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മൈലേജ് വിക്ടോറിയസിൽ 28.65 ഗ്രാൻഡ് വിറ്റാറയിൽ 27.9 മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ മൈലേജ് രണ്ട് വാഹനങ്ങൾ സിമിലർ എഞ്ചിന് കാര്യങ്ങളായതുകൊണ്ട് ഓൾമോസ്റ്റ് സിമിലർ മൈലേജ് നമുക്ക് റിയൽ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ സെഗ്മെന്റിലെ മോസ്റ്റ് ഫ്യൂവൽ എഫിഷ്യന്റ് ആയിട്ടുള്ള രണ്ട് വാഹനങ്ങളാണ് വിക്ടോറിയസും ഗ്രാൻഡ് വിറ്റാറയും. ഈ വാഹനങ്ങളുടെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ പ്രൈസിൽ ശരിക്കും മാരുതി അനൗൺസ് ചെയ്തത് പ്രകാരം വിക്ടോറിയസിന് ഗ്രാൻഡ് വിറ്റാറേനേക്കാളും 50,000 രൂപ തൊട്ട് 60,000-70,000 രൂപ വരെ വേരിയന്റ് ഡിഫറൻസിനനുസരിച്ച് പ്രൈസ് കുറവാണ്. പക്ഷേ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിലുള്ള ഒരു വാഹനമാണ്. അത്യാവശ്യം ഓഫർ കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ ഇപ്പോൾ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെൽറ്റ വേരിയന്റുകൾക്ക്, സിഗ്മ ഡെൽറ്റ വേരിയന്റുകൾക്ക് എല്ലാ വേരിയന്റുകൾക്കും 50,000 രൂപയുടെ ക്യാഷ് ഓഫർ സ്ട്രൈറ്റ് അവേ കൊടുക്കുന്നുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട്. നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡ് വേരിയന്റുകൾക്ക് 50,000 രൂപ വരെയും ഹൈബ്രിഡ് വേരിയന്റുകൾക്ക് 70,000 രൂപ വരെ എന്തോ എക്സ്ചേഞ്ച് ബോണസും ഒക്ടോബറിൽ മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എക്സ്ചേഞ്ച് ബോണസ് ഒക്കെ നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ വിക്ടോറിയസിന്റെ പ്രൈസിനേക്കാളും താഴെ പ്രൈസിൽ ഗ്രാൻഡ് വിറ്റാര ഇറക്കാൻ പറ്റും. അതല്ല റെഗുലർ ഓഫർ ആണ് എങ്കിൽ നിങ്ങൾക്ക് വിക്ടോറിയസിന്റെ ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിൽ ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാര ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇപ്പോൾ വിക്ടോറിയസിന്റെ ബേസ് LXI വേരിയന്റിന് നിലവിലുള്ള അപ്ഡേറ്റഡ് പ്രൈസ് 12,51,000 രൂപയാണ്. മാനുവലിൽ LXIയിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. ഗ്രാൻഡ് വിറ്റാരയിലേക്ക് സിഗ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ 12,35,000 രൂപ. അതായത് വിക്ടോറിയസിനേക്കാളും ഒരു 15,000 രൂപ കുറവാണ് ഗ്രാൻഡ് വിറ്റാരയ്ക്ക് വരുന്നത്. ഇനി സെക്കൻഡ് വേരിയന്റ് VXIയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ ചെയ്ത VXI മാനുവൽ വേരിയന്റ് ആണ്. അതിന് 14,07,000 രൂപയുടെ അടുത്താണ് പ്രൈസ്. ആ സെയിം ഉള്ള നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റയിലേക്ക് വന്നാൽ 13,90. അവിടെയും ഏകദേശം ഒരു 15,000 രൂപയുടെ പ്രൈസിന്റെ കുറവ് വരുന്നുണ്ട്. ഇനി ഡെൽറ്റ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 15,50 ഗ്രാൻഡ് വിറ്റാരയ്ക്ക്. വിക്ടോറിയസിന് 15,92. അവിടെ കുറച്ചും കൂടിയും പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ ഹൈബ്രിഡിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ പ്ലസിന് 19,35,000 രൂപയാണ് ഡെൽറ്റ പ്ലസ് ഹൈബ്രിഡിന് വരുന്നത്. വിക്ടോറിയസ് ഹൈബ്രിഡിന് വരുന്നത് 19,84. അവിടെയും ഒരു 20,000-30,000 രൂപയുടെ പ്രൈസ് കുറവ് ഗ്രാൻഡ് വിറ്റാരയ്ക്ക് തന്നെയാണ്. CNGയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് വിക്ടോറിയസിന്റെ അഡ്വാൻറ്റേജ് ഉള്ളത്. വിക്ടോറിയസ് CNGക്ക് കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവാണ്. ബൂട്ട് സ്പേസും നമുക്ക് കൂടുതൽ ലഭിക്കും. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളെ കമ്പാരിസന്റെ ഫൈനൽ വേർഡിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഒരു പുതിയ വാഹനം വേണം, കൂടുതൽ സേഫ്റ്റി വേണം, ഒരു പക്ക ബ്രാൻഡ് ന്യൂ കാർ വേണമെങ്കിൽ നിങ്ങൾക്ക് വിക്ടോറിയസിലേക്ക് പോവാം. വാഹനത്തിന് ആ ഒരു സെഗ്മെന്റിലെ ബിഗസ്റ്റ് വാഹനമാണ്, വലിപ്പം കൂടിയ വാഹനമാണ്, ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനമാണ്, അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്, പനോറമിക് സൺറൂഫ് പോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ സെഗ്മെന്റിലെ മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് കാർ വേണമെങ്കിൽ നിങ്ങൾക്ക് വിക്ടോറിയസിലേക്ക് പോവാം. അതല്ല കുറച്ച് പഴക്കമുള്ള ഇറങ്ങിയിട്ട് 2 കൊല്ലമായിട്ടുള്ള ഒരു വാഹനം മതി, സെയിം ഡിസൈനും ലുക്കും കാര്യങ്ങളൊക്കെ മതി എങ്കിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് വിറ്റാരയിലേക്ക് പോകാം. മറ്റ് കാര്യങ്ങളെല്ലാം എക്സാക്ട്ലി സിമിലർ ആണ്. കാര്യം സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ്,
സെയിം വീൽ ബേസ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്, സെയിം എഞ്ചിൻ തന്നെയാണ്, ഒരേ മാനുഫാക്ചറിന്റെ വാഹനമാണ്. ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വിക്ടോറിയസ് പുതിയ വാഹനമാണ്, കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്, കുറച്ചും കൂടി ഇന്റീരിയർ സ്പേസ് ഫീൽ ചെയ്യും, കുറച്ചും കൂടി ബൂട്ട് സ്പേസ് ഉണ്ട്. അതൊക്കെയാണ് വിക്ടോറിയസിന്റെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇതാണ് കമ്പാരിസൺ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മാരുതി റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. മാരുതിയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വിക്ടോറിയസിന്റെ പുതിയ വേരിയന്റുകൾ വരുമ്പോൾ നമുക്ക് അതിന്റെ വീഡിയോ കൂടി ചാനലിൽ ഉൾപ്പെടുത്താം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.